ബംഗ്ലാദേശ് കലാപത്തിലേക്കും അരാജകത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയുടെ ഭാഗമായിരുന്നു ബംഗ്ലാദേശും പാകിസ്ഥാനും. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം 1947 ശേഷം ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങൾ വന്നു. പാകിസ്ഥാന്റെ ഭാഗമായി ഇന്ത്യയുടെ കിഴക്ക് കിടക്കുന്ന ബംഗ്ലാദേശ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറ് വശം പാകിസ്ഥാനും കിടക്കുന്നു. ഇതായിരുന്നു അവസ്ഥ. 1971 മുജീബ് റഹ്മാൻ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇന്ത്യ അതിന് എല്ലാ പിന്തുണയും കൊടുത്തു. മുജീബ് റഹ്മാന് അവിടെ പ്രൈം മിനിസ്റ്ററായി. പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. ഇന്ത്യ എല്ലാ പിന്തുണയും അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ 1975 പാകിസ്ഥാൻ അവരുടെ ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ അതോ ചൈനയുടെ ഉണ്ടോ ഒന്നും അറിയില്ല, അവിടെ ഒരു വിപ്ലവം ഉണ്ടായി. 1975 മുജീബ് റഹ്മാൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം മുജീബ് റഹ്മാന്റെ മകള് മുജീബ് റഹ്മാന്റെ പാർട്ടി അവാമി ലീഗിന്റെ നേതാവായിട്ട് വന്നു. അവര് ഷെയ്ഖ് ഹസീന അവിടെ പ്രൈം മിനിസ്റ്ററായി. അവര് 2 പ്രാവശ്യം പ്രൈം മിനിസ്റ്ററായി. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഖലീദ സിയ 1-2 പ്രാവശ്യം പ്രൈം മിനിസ്റ്ററായി. എങ്കിലും അവാമി ലീഗ് അവിടെ ബംഗ്ലാദേശിലെ അതിശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. ഖലീദ സിയയുടെ പാർട്ടി അവിടെ അത്ര പ്രബലമല്ല. എങ്കിലും അവരുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, അതോടൊപ്പം തന്നെ അവിടുത്തെ മുസ്ലിം സംഘടനകളുടെ അവാമി ലീഗ് പോലെ തന്നെ അവരുടെ ചില സംഘടനകളും അവരുടെ വിദ്യാർത്ഥി വിഭാഗങ്ങളും ഇപ്പോൾ ആണ് ഈ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത്. അവിടുന്ന് ഭരണത്തിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനയ്ക്ക്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ അതിനുശേഷം വിദ്യാർത്ഥികൾ സമരം ഘടിപ്പിച്ചു. അവിടെ ഡാക്ക ആർമി ചീഫ് വാക്കറൂസ് സാമൻ അദ്ദേഹമാണ് ഭരണം നടത്തുന്നത്. എങ്കിലും അവിടുത്തെ ചീഫ് ജസ്റ്റിസ് രാജിവെക്കേണ്ടി വന്നു. അവിടുത്തെ കീ പോസ്റ്റിലുള്ള എല്ലാവരും ഈ അജിറ്റേഷന്റെ പുറത്ത് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് രാജിവെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഒരു ഭരണം ഇല്ലാതെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ ഇപ്പം നോബൽ പ്രൈസ് സമ്മാന നേതാവായ ആളെ വിദ്യാർത്ഥികൾ ആവശ്യപ്രകാരം അവിടെ പ്രൈം മിനിസ്റ്ററാക്കി. എങ്കിലും അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെ ഇപ്പം ഭരണസിരാ കേന്ദ്രത്തിലെ നോബൽ പ്രൈസ് കിട്ടിയ ആള് രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന് വലിയ പരിചയമില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ ഒരു ഭരണം നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇന്ത്യ ആ കാര്യത്തിൽ ഇതുവരെ യാതൊരുവിധ കമന്റുകളും പാസ്സാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പാർലമെന്റിൽ ഇതേ സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തുന്നത് നമ്മൾ കണ്ടു. അതുപോലെ അജിത് ഡോവലും അവരുടേതായ കോൺട്രിബ്യൂഷൻ ഈ ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് കൊണ്ടുവരുന്നതിൽ, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൽ, അതിന് ആവശ്യമുള്ള ഹെലികോപ്റ്റർ അയച്ചു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നതിൽ പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യ. ഇന്ത്യയുടെ നയം വളരെ കൃത്യമാണ്. വളരെ അധികം ആലോചിച്ച് ശേഷം മാത്രമേ ഒരു തീരുമാനം ഈ കാര്യത്തിൽ എടുക്കാൻ ഒക്കുള്ളൂ. കാരണം ഇന്ത്യയുടെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുപോലെ കൽക്കട്ട നമുക്കറിയാം, ബംഗാളിന്റെ ഒരു ഭാഗം തന്നെയാണ് ബംഗ്ലാദേശ്. കാരണം ചരിത്രം അങ്ങനെയാണ് കാണുന്നത്. അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി എല്ലാം നമുക്ക് നോക്കിക്കഴിയുമ്പം നമ്മുടെ ബംഗാളിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാത്രമേ നമുക്ക് ബംഗ്ലാദേശിനെ കാണാൻ പറ്റുള്ളൂ. ബംഗ്ലാദേശിലെ 8 ഡിവിഷനാണ് അവിടെ ഉള്ളത്. കാരണം നമ്മുടെ സംസ്ഥാനം പോലെ അവിടെ 8 ഡിവിഷൻ കാണുന്നുണ്ട്. ബംഗ്ലാദേശ് ആ ഡിവിഷന് ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന ചിറ്റഗോങ് വളരെ പ്രശസ്തമാണ്. സൈഹൽത്ത് ഉണ്ട്, രംഗ്പൂർ ഉണ്ട്, രാജ്ശശി എന്നുണ്ട്, കുൽന എന്ന ഒരു ഡിവിഷനുണ്ട്, മൈമൻ സിംഗ് എന്നൊരു ഡിവിഷനുണ്ട്. 8 ഡിവിഷനാണ് അവിടെ ഉള്ളത്. പക്ഷേ ബംഗ്ലാദേശിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിപ്പിക്കുമ്പോൾ അത് 3 ഖണ്ഡങ്ങളായി അല്ലെങ്കിൽ 3 ഡിവിഷനായിട്ട് മാത്രമാണ് അതിൻ്റെ ഈ മാപ്പ് നോക്കിയാൽ നമ്മൾ കാണുന്നത്. കാരണം ബ്രഹ്മപുത്ര നദി അവിടെ ബംഗ്ലാദേശിൽ കൂടെ ഒഴുകുന്നുണ്ട്. അത് ആസാമിൽ നിന്ന് വന്ന് ബംഗ്ലാദേശിന്റെ നടുവിൽ കൂടെ പോകുമ്പം ഗംഗാ നദിയും വന്ന് ചേരുന്ന ഒരു സ്ഥലം അതിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുണ്ട്. കാരണം അതിൻ്റെ ടോപ്പോഗ്രാഫി നമ്മൾ നോക്കിക്കഴിയുമ്പം
അവിടെ ഈ രണ്ട് നദികളും വന്നിട്ട് ചേരുന്ന സ്ഥലം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലം തന്നെയാണ്. അതേപ്പറ്റി സംസാരിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നതായിരിക്കും ഉത്തമമെന്ന് ഞാൻ കരുതുന്നു. മാണിക് ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ട് നദിയും കൂടെ ചേർന്നിട്ട് അത് സുന്ദർബാൻ, ബംഗാൾ ഉൾക്കടലിൽ പോയി സുന്ദർബാനിലെ അത് പല പല ബ്രാഞ്ചസ് ആയിട്ട് ഒഴുകി ബംഗാളിൽ പതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കൽക്കട്ട എന്ന് പറയുന്നത്, കൽക്കട്ടയിൽ നിന്ന് നമ്മുടെ ത്രിപുരയ്ക്ക് പോകാനും അഗർത്തലയ്ക്ക് പോകാനും എല്ലാ ദിവസവും കൽക്കട്ടയിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട് ഈ ഡാക്കായി കൂടെ. അത് നമ്മൾ മറക്കരുത്. കാരണം വളരെയധികം ബസ്സുകൾ കൽക്കട്ടയിൽ നിന്ന് ഡാക്ക വഴി ത്രിപുര, അഗർത്തലയ്ക്ക്, ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തലയ്ക്ക് പോകുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ കിഴക്ക് വശത്ത് മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ കിടക്കുകയാണെന്ന് നമ്മൾ വിചാരിച്ചോണം. ഏകദേശം 4200 കിലോമീറ്റർ അതിർത്തി തന്നെ ഉണ്ടാക്കാര്യത്തിൽ നമുക്ക്. അതുകൊണ്ട് ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ അല്ലെങ്കിൽ ബംഗാളിന് ബംഗ്ലാദേശിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടുത്തെ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെ ബ്രഹ്മപുത്രയും ഗംഗയും ആ ബംഗ്ലാദേശിന്റെ നടുവിൽ കൂടെ പോകുമ്പോൾ അത് 3 ഖണ്ഡങ്ങളായിട്ടാണ് കിടക്കുന്നത്. കാരണം അത് ചുറ്റുവട്ടത്തും മുഴുവൻ ബംഗാളും അതുപോലെ തന്നെ മേഘാലയയും ത്രിപുരയും മിസോറാം, മണിപ്പൂരും കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചുറ്റുവട്ടം മുഴുവൻ ഇന്ത്യയുടെ ഭാഗം തന്നെ, ഇന്ത്യയുടെ സംസ്കാരം തന്നെയാണ്. ഏകദേശം ബംഗ്ലാദേശിലും ഇന്ത്യയുടെ സംസ്കാരം തന്നെയാണ്. അങ്ങനെ വരുമ്പം നമുക്ക് പല കാര്യത്തിലും ബംഗ്ലാദേശിനെ മാറ്റി നിർത്താൻ കഴിയില്ല, ബംഗാളിനെ പ്രത്യേകിച്ചും മാറ്റി നിർത്താൻ കഴിയില്ല. കൽക്കട്ടയിൽ നിന്ന് അഗർത്തലയ്ക്ക് ഡെയിലി 2015 മുതൽ അങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട്. പെട്രോപോളോ, ഡാക്ക, അക്കൗറ, അഗർത്തല, ത്രിപുരയുടെ തല, ഇതാണ് ആ റൂട്ട്. ഡെയിലി ബസ്സുകൾ പോകുന്ന സ്ഥലമാണ്. അതുപോലെ കൽക്കട്ടയിൽ നിന്ന് ധാരാളം ട്രെയിൻ സർവീസ് ഡാക്കയിലേക്കുണ്ട്. അത് തന്നെയല്ല, ഡാക്കയിലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ ചണം അത് വലിയൊരു ഇൻഡസ്ട്രി തന്നെയാണ് ബംഗ്ലാദേശിൽ. കൽക്കട്ടയിൽ നമ്മൾ ചെന്നാൽ അവിടെ മലയാളികളൊക്കെ ഈ ചണത്തിന്റെ ഏറ്റവും വലിയ ടോപ്പിലുള്ള ബിസിനസ്സുകാർ, ആലപ്പുഴക്കാർ, കുറേ മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ബംഗാളിലെ ചണത്തിന്റെയും അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ചണത്തിന്റെയും ലോകരാഷ്ട്രങ്ങളിൽ പലയിടത്തും ഈ ചണം വിറ്റുപോകുന്ന ഈ 2 സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് അതുപോലെ സുന്ദർബാൻ പറയുന്ന ആ നദികള് ബ്രഹ്മപുത്രയും ഗംഗയും നിന്ന് ഒഴുകി വരുന്ന ഡാക്കയെ ടച്ച് ചെയ്തു പോകുന്ന ആ 2 നദികളും പല കൈവഴികളായിട്ട് സുന്ദർബാൻ അല്ലെങ്കിൽ കൽക്കട്ടയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളായിട്ട് കിടപ്പുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കിക്കഴിയുമ്പം നമുക്ക് പൊതുവെ ബംഗ്ലാദേശിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ബംഗ്ലാദേശിന് ചുറ്റും കിടക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൽക്കട്ടയിലെ നമുക്കറിയാം ബംഗാളിന്റെ ഡാർജിലിംഗ്, ഏറ്റവും മുകളിൽ, ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാം ഡാർജിലിംഗിൽ നിന്ന് ബോർഡർ കവർ ചെയ്യുമ്പം മറ്റ് ഡാർജിലിംഗിൽ തുടങ്ങുന്ന നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശും കൂടെ ചേർന്ന ബോർഡറിൽ കൂടിയാണ് നമ്മുടെ ഡാർജിലിംഗിൽ പോകാൻ പറ്റുന്നത്. അപ്പൊ ഇതെല്ലാം പൊതുവെ നോക്കിക്കഴിയുമ്പം ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെ ആയിട്ടേ ബംഗ്ലാദേശിനെ കണക്കാക്കാൻ ഒക്കുള്ളൂ. അവിടെ കലാപം ഉണ്ടായാൽ, അവിടെ രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ടാക്കി, നമുക്കറിയാം വിദ്യാർത്ഥികളും അതുപോലെ ചില സംഘടനകളും ഒക്കെ അവരെ പിന്തുണയ്ക്കുന്ന സംഘടനകളും അവിടെ അരാജകത്വം നടമാടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതൊക്കെ നമ്മളെ ബാധിക്കുന്നതുകൊണ്ട് ഇന്ത്യ വളരെ സൂക്ഷിച്ചാണ് ഈ കാര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് അത് ഇഗ്നോർ ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ചിലപ്പോൾ 2 or 3 ചെറു രാജ്യങ്ങളായി മാറിപ്പോയാവുന്ന സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു പക്വത വന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇക്കാര്യത്തിൽ ഇതുവരെ യാതൊരു വിധ കമന്റുകളും ഇക്കാര്യത്തിൽ പാസ്സാക്കിയില്ല. എങ്കിലും മുജീബ് റഹ്മാനെ ഇന്ത്യക്ക് മറക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ സപ്പോർട്ടർ കൂടിയാണ് ആ രാഷ്ട്രം തന്നെ രൂപപ്പെട്ടു വന്നത്. ഢാക്കയിലെ ഇന്ദിരാഗാന്ധി കൾച്ചർ സെന്റർ അത് നശിപ്പിക്കുക ചെയ്തിട്ടുണ്ട്, തീയിട്ട് നശിപ്പിച്ചു. അതുപോലെ നമുക്കറിയാം ഇത് സിലോണിലെ ഗോട്ടോബയ ആ പ്രസിഡന്റിന്റെ അന്ന് നിഷ്കാസിതനാക്കിയ അതേ തന്ത്രത്തിൽ തന്നെയാണ് ഢാക്കയിലും പ്രൈം മിനിസ്റ്റർ വസതി കയ്യേറി മുഴുവൻ സാധനങ്ങളും അവിടുന്ന് കടത്തിക്കൊണ്ടു പോകുന്നത്. അത് മുജീബ് റഹ്മാന്റെ ഏറ്റവും വലിയ ആ പ്രതിമ അത് വളരെ പാടുപെട്ടു, അതും അവിടെ തകർക്കുന്നത് നമ്മൾ കണ്ടു. രാഷ്ട്രീയമായ പല ചേരിതിരിവുകളും അവിടെ വന്നു കഴിഞ്ഞെങ്കിലും അതൊരു സുഗമമായ ഭരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടുത്തെ ഇപ്പോഴത്തെ നീക്കം കാണുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പക്വതയില്ലാത്തവരായി പോയി എന്നൊരു സംശയമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ അവരുടെ പ്രമുഖ
വിദ്യാർത്ഥികളുടെ സംഘടനയായ ഇസ്ലാമി ഛാത്ര ശിബിറി, അതിൻ്റെ നേതൃത്വത്തിലുള്ളവരും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും ചേർന്നാണ് ഈ കലാപം ഉണ്ടാക്കിയത് എന്ന് കരുതുന്നു. 17 വർഷമായിട്ട് ജയിലിൽ കിടന്ന സിയാഉൽ ഹക്കിന്റെ ഭാര്യ ഖലിദ സിയയെ മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഒരു അനിശ്ചിതത്വം അവിടെ നിലനിൽക്കുന്നുണ്ട്. അടുത്ത കാലത്തെങ്ങും അവിടെ സമാധാനം ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ സമാധാനം ഉണ്ടാകാത്ത ഒരു അയൽവക്കത്തിലെ തീർച്ചയായിട്ടും നമ്മളെ കൂടെ ബാധിക്കും. പ്രത്യേകിച്ച് ബംഗാളിന്റെ ഒരു ഭാഗമായിരുന്നു ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഡാക്കയും ബംഗ്ലാദേശും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ബുദ്ധിപൂർവമായ ചില നീക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.